ഹായ് ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഭയങ്കര പ്രത്യക്ഷമായിരുന്നു എന്നറിയാം. ബട്ട് ടുഡേ ഐ എം റെഡി ടു ഡു അനദർ വീഡിയോ. ബട്ട് ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുന്നതിന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്റ്റഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ സ്റ്റഡീസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടാക്സിൻ്റെ പേപ്പറാണ്. നമ്മൾ CMA എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ്ററിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ടാക്സേഷനാണ് പേപ്പറാണ് കേട്ടോ ഞാൻ പഠിച്ചുകൊണ്ട്. അതിൽ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ നോക്കുന്നത്. അപ്പം ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് കേട്ടിട്ട് അങ്ങനെ നോട്ട്സ് എഴുതിയെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. പക്ഷേ നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ നടക്കില്ല. പിന്നെ ഇതിൽ കുറേ സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാവാണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻസ് മൊത്തം എഴുതിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിലൊരുപാട് തിയറി വരുന്നുണ്ട്. ആൻഡ് തിയറി പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സെഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രോബ്ലത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് തന്നെ ഒരുപാട് വലിയ പ്രോബ്ലം, പക്ഷെ ഉണ്ടല്ലോ ആൻസർ വളരെ സിമ്പിളായിരിക്കും. അങ്ങനെയാണ് പ്രോബ്ലത്തിൻ്റെ ഒരു കളപ്പ്. പിന്നെ സ്നാക്ക് ടൈം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിപ്സാണ് കേട്ടോ. നോർമലി ഞാൻ പഠിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാറില്ല കേട്ടോ. വെള്ളം മാത്രം കുടിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. പക്ഷേ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ടും പിന്നെ ഇനിയിപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ തീർന്നു പോകണ്ട വെച്ചിട്ട് ഞാൻ കുറച്ച് സ്നാക്ക് കഴിച്ചെന്നേ ഉള്ളൂ. നോർമലി ഫുഡ് ആൻഡ് സ്റ്റഡി രണ്ടും കൂടി പോവാറില്ല. പിന്നെ വെള്ളം മാത്രമാണ് എനിക്ക് അടുത്ത് വെച്ച് ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൂ. സോ ഞാൻ ആൻസർ ചെയ്ത് നോക്കി. ഓക്കെയാണ്, ആൻസർ കറക്റ്റായി വരുന്നുണ്ട്. പക്ഷെ ആ തിയറി നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ക്വസ്റ്റ്യൻ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടോപ്പിക്ക്, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഒന്ന് എഴുതിയെടുക്കുവാണ്. എഴുതിയെടുത്താൽ തന്നെ അത് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാലാണ് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ടാക്സിൻ്റെ പേപ്പറിൽ നമ്മൾ എത്രത്തോളം തിയറി നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നോ അത്രയും നന്നായിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടും കൺഫ്യൂസ് ചെയ്തിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പേടിച്ചു പോകുന്നുണ്ട്. കാരണം വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ ആൻസർ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നെ കുറേ ഹിൻറ്റും ഭയങ്കര ഹിൻ്റായിട്ടുള്ള ടിപ്സും പോയിൻറ്റ്സും വരുന്നുണ്ട്. അത് നമ്മൾ പിടിക്കാനാണ് പാട് ആക്ച്വലി. ആ ഒരു ഹിൻ്റ് ആയിട്ടുള്ള പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് നന്നായിട്ട് വിശദീകരിച്ച് പഠിച്ചിട്ടാണ് ആൻസർ ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ കൺഫ്യൂഷൻസ് ഉണ്ടോ, ഒന്നുകൂടി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ലെവലിലാണ് കേട്ടോ.
ഒരുവിധം നന്നായിട്ട് പ്രോബ്ലംസും തിയറിയൊക്കെ എഴുതിയെടുത്തു. പക്ഷെ എന്നാലും ഒരു സമ്മറി ആയിട്ട് ആളെല്ലാതും ഒന്ന് ഡിഫറെൻ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു സമ്മറി പോലെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി നന്നായിട്ട് കേട്ടു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ സ്റ്റഡി വ്ളോഗ്. ഇനി വേറൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ. ബൈ.